ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നമ്മൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരാണ്. ജീവിതത്തിൻ്റെ ഉന്നമനങ്ങൾക്ക് വേണ്ടിയിട്ട് എവിടെയും ഒരിടത്ത് എത്തിച്ചേരണം എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടെ ഭയങ്കരമായി അധ്വാനിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് കഴിയുകയാണ്. വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന, വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങളെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഉറക്കമൊക്കെ വളരെ കുറച്ച് ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ നിങ്ങൾ നോക്കൂ, അവരുടെ അധ്വാനങ്ങൾക്ക് അനുസൃതമായിരിക്കുന്ന ഒരു വളർച്ച അവരുടെ ജീവിതത്തിൽ പലപ്പോഴും കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. നമ്മൾ ദൈവമക്കൾ, അപ്പോൾ തന്നെ ദൈവദാസന്മാരായിരിക്കുന്ന പ്രിയമുള്ളവർ, നമ്മുടെ സമീപത്ത് നമ്മൾ കാണുന്ന ആൾക്കാരൊക്കെ അവർ അധ്വാനിക്കാനോ അവരുടെ അവരുടെ ജീവിതത്തിലുള്ള ആ ശ്രമങ്ങൾ പലപ്പോഴും വളരെ വലുതാണെങ്കിൽ പോലും ആ ശ്രമങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു പ്രതിഫലം പലരിലും വന്നു ചേരുന്നില്ല എന്നുള്ളത് ദുഃഖകരമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. ഒരുപാട് അധ്വാനിച്ചിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും എങ്ങും എത്താതെ പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് മനുഷ്യന് നിരാശ വന്നു കയറാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇത്രയും പണിപ്പെട്ടില്ലേ, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലേ, ഞാൻ എന്തോരം കാര്യങ്ങൾ ചെയ്തു, എന്നിട്ടും അതിനനുസരിച്ചിട്ടൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ളത് മനുഷ്യൻ്റെ മനസ്സുകളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ നമുക്ക് സക്സസ് ആകാൻ കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് അധ്വാനിച്ചിട്ടും എങ്ങും എത്താൻ കഴിയാതെ പോകുന്നത്? അതിന് പ്രധാനമായിട്ട് ഒറ്റ കാരണമാണ് ബൈബിൾ നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവ് നമ്മളോട് പറയുന്ന ഒറ്റ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. അത് റോമാലേഖനം 9-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലതും സാധിക്കുന്നത്. ആ വാക്യം വളരെ മനോഹരമാണ്. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധ്യമാകുന്നത്. നമ്മൾ ഒരുപാട് അധ്വാനിച്ചെന്ന് പറഞ്ഞുകൊണ്ടോ, നമ്മൾ ഒരുപാട് ഓടിയെന്ന് പറഞ്ഞുകൊണ്ടോ, നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തെന്ന് പറഞ്ഞുകൊണ്ടോ നമ്മൾ ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല പ്രിയരെ. ഒരുപാട് അധ്വാനിച്ചവരൊന്നും ഇന്ന് ജീവിതത്തിൻ്റെ ഉന്നമനങ്ങളെത്തിയവരല്ല. ലോകം അതിനെ ലക്കെന്നൊക്കെ വിളിക്കാറുണ്ട്, ഭാഗ്യമാണ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ചിലപ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കാം, അവരെ സംബന്ധിച്ച് അങ്ങനെ ആയിരിക്കാം. പക്ഷേ ദൈവമക്കളായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരുവെഴുത്ത് നമ്മളോട് പറയുന്ന ഏറ്റവും വലിയൊരു സംഗതിയുണ്ട്. അതിതാണ്: നിൻ്റെ അധ്വാനത്താലോ, നിൻ്റെ ഓട്ടത്താലോ, നിൻ്റെ ശ്രമങ്ങളാലോ, നിൻ്റെ പ്രവൃത്തികളാലോ അല്ല, മറിച്ച് എനിക്ക് നിന്നോടുള്ള കൃപയാലാണ് കാര്യങ്ങൾ സാധ്യമാകുന്നത്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആവേശത്തോടെ പറയുന്നു, നിങ്ങൾ പഠിക്കേണ്ടെന്നോ നിങ്ങൾ അധ്വാനിക്കേണ്ടെന്നോ അല്ല ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുകയും അധ്വാനിക്കുകയും നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യണം. കൂടെ നിങ്ങൾ ദൈവസന്നിധിയിൽ പറയണം: കർത്താവേ, ഇന്നിന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുകയാണ്, അതിൻ്റെ മേൽ നിൻ്റെ കൃപയും കൂടി ഒന്ന് വെളിപ്പെടുത്തി എന്നെ ഒന്ന് സഹായിക്കണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, ദൈവകൃപയില്ലാതെ നമുക്ക് ഒറ്റ കാര്യത്തിലും വിജയിക്കാനായിട്ട് കഴിയത്തില്ല. ജീവിതത്തിൽ അല്ലാതെ വിജയം നേടിയ ആൾക്കാർ പുറത്ത് കാണുമായിരിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഒരു ഫേവർ, ദൈവത്തിൻ്റെ ഒരു കരുണ, ദൈവത്തിൻ്റെ ഒരു കൃപ എല്ലാ കാലത്തും മനുഷ്യന് അനിവാര്യമാണ്. നമ്മുടെ എത്രയോ ശ്രമങ്ങൾ പൊളിഞ്ഞു പോയിട്ടുണ്ട്, നമ്മുടെ എത്രയോ അധ്വാനങ്ങൾ പൊളിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടെ കൊണ്ടുവന്ന സകല സംഗതികളും വളരെ നിരാശയ്ക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ഇങ്ങനെയുള്ള ഈ ശ്രമങ്ങൾ, ഇങ്ങനെയുള്ള ഈ അധ്വാനങ്ങൾ അതൊരിക്കലും നഷ്ടമായി പോകരുത്, അതിൻ്റെ മേൽ നിൻ്റെ കൃപ കൂടി ഉണ്ടാകിയിരിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. തിരുവെഴുത്തിൽ മറ്റൊരു വേദഭാഗത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് ഞാൻ കരുണ തോന്നുന്നു, എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് ഞാൻ കനിവ് തോന്നുന്നു. നിശ്ചയമായിട്ടും ദൈവത്തിന് നമ്മളോട് കരുണ തോന്നാത്ത പക്ഷം പിന്നെ നമ്മുടെ ഈ ശ്രമങ്ങളെല്ലാം വളരെ വെറുതെയാണ്, നമ്മുടെ ഈ അധ്വാനങ്ങൾ വെറുതെയാണ്, നമ്മുടെ ഈ പരിശ്രമങ്ങൾ വെറുതെയാണ്, നമ്മുടെ ഈ ഓട്ടവും ഉറക്കമിളപ്പവും ഒക്കെ വെറുതെയാണ്. അതുകൊണ്ട് ഏതൊരു സംരംഭത്തിന് നിങ്ങൾ തുടക്കം കുറിച്ചാലും, ഏതൊരു സംഗതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് കാൽവെച്ചായിരുന്നാലും നിശ്ചയമായിട്ടും ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ മേൽ നിൻ്റെ കൃപ കൂടി ഒന്ന് വെളിപ്പെടുത്തണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കൂ. അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഏതൊരു മനുഷ്യനും ദൈവസന്നിധിയിൽ വളർന്നു വന്നിട്ടുണ്ട്, ദൈവസന്നിധിയിൽ അവർ ഉയർച്ച പ്രാപിച്ചിട്ടുണ്ട്. മെത്തഡിസ്റ്റ് സഭകളുടെ ഒരു പുരോഹിതനായിരുന്നു ജനറൽ വില്യം ബൂത്ത് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ. അദ്ദേഹത്തിന് ദൈവം കൊടുത്ത കാഴ്ചപ്പാടുകൾ, ദർശനങ്ങൾ, അദ്ദേഹത്തിന് മേൽ ദൈവമിട്ട രക്ഷയെക്കുറിച്ചുള്ള സംഗതികൾ, പുറത്തുള്ള ആൾക്കാർ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പട്ടിണിയിലും പരിവട്ടത്തിലും ധാരാളം ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, സഭകളിൽ ഇങ്ങനെയുള്ള സുവിശേഷ പ്രസംഗങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തുള്ളവർ ഇന്നും പട്ടിണിയിലും നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ വില്യം ബൂത്തിന് ഒരു ചിന്തയുണ്ടായി, രക്ഷ എന്ന് പറയുന്നത് സഭകളുടെ നാലുകെട്ടിൽ ഒതുങ്ങുന്നതല്ല, അത് പുറത്തുകൂടി ഉണ്ടാകേണ്ടതാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കിട്ടിയ സഭകളിൽ, മെത്തഡിസ്റ്റ് സഭകളിലെല്ലാം അദ്ദേഹം ഈ വിഷയം പ്രസംഗിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കോപാകുലരായിരിക്കുന്ന ആൾക്കാർ അദ്ദേഹത്തെ ആ സഭയിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ആശയത്തിന് പിന്തുണ കൊടുക്കുന്ന ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ മനുഷ്യനും അവരുമായിട്ട് ഒരിക്കൽ ആ സഭ വിട്ടിറങ്ങി
ഒരു സമുദ്രത്തിൻ്റെ തീരത്ത് വന്ന് നിൽക്കുകയാണ്. ആ തീരത്ത് വെച്ച് അദ്ദേഹം എഴുതിയ മനോഹരമായിരിക്കുന്ന ഒരു പാട്ടുണ്ട്. ക്രൈസ്തവ കൈരളി വളരെ ധൈര്യത്തോടുകൂടി ആത്മാവിൻ്റെ ബലത്തോടെ പാടി ആരാധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമുണ്ട്. ആ ഗാനം ഇങ്ങനെയാണ്: കൃപാകടലെ നിൻ്റെ തീരത്ത് ഞാൻ അനേക നാളാകാംക്ഷയോടെ നിൽക്കുകയാണ്. ഞാനിവിടെ നിന്ന് മടങ്ങണമെങ്കിൽ നിൻ്റെ കൃപ എൻ്റെ മേലൊരു പ്രവാഹമായി അയച്ചേ മതിയാകത്തുള്ളൂ. ആ മനുഷ്യൻ്റെ പ്രാർത്ഥനകളും കണ്ണുനീരും ദൈവത്തോടുള്ള ആ അപേക്ഷയും കർത്താവ് കേട്ടു എന്നുള്ളതാണ്. ആ മനുഷ്യൻ്റെ മേൽ ദൈവമിട്ട ആ ആശയത്തെ, രക്ഷയെന്ന് പറയുന്നത് കേവലം പ്രസംഗം മാത്രമല്ല, ഉപദേശങ്ങൾ മാത്രമല്ല, പുറത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചിലത് ചെയ്യുന്നതും കൂടി രക്ഷയാണെന്നുള്ള ആ മനുഷ്യൻ്റെ ആ ചിന്താഗതികളെ, ആ വെളിപ്പാടുകളെ ദൈവം അംഗീകരിച്ചു. ഇന്ന് ലോകത്തിൻ്റെ 130 രാജ്യങ്ങളിൽ സാൽവേഷൻ ആർമി എന്ന ആ മഹത് പ്രസ്ഥാനമുണ്ട്. അദ്ദേഹം എഴുതിയ ഈ പാട്ട് 127 ഭാഷകളിൽ പരിഭാഷപ്പെടുത്തി ലോകത്തിൽ വിവിധ ഇടങ്ങളിൽ ആ ഗാനം പാടി കർത്താവിനെ ആരാധിക്കുകയാണ്. ആ മനുഷ്യൻ്റെ ആ ചിന്താഗതികൾക്ക്, അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ മേൽ പകർന്ന ആ വെളിപ്പാടിന് തിരികൊളുത്തിയത്, അല്ലെങ്കിൽ അതിനെ അത്രയും പ്രകാശമുള്ളതാക്കി തീർത്തത് ദൈവത്തിൻ്റെ കൃപയാണ്. വില്യം ബൂത്ത് പറയുന്നത് അതൊരു പ്രവാഹമായി തന്നെ എൻ്റെ മേൽ വെളിപ്പെട്ട് വരണം, അല്ലാതെ അതൊരു ചെറിയ ചാറ്റൽ മഴ പോലെ പോരാ, അതൊരു പ്രവാഹമായി വലിയൊരു അളവിൽ എനിക്കത് കിട്ടണം, എന്നാലേ ഈ ദർശനം എനിക്ക് സാധ്യമാകത്തുള്ളൂ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മനസ്സിലുള്ള ആ സ്വപ്നങ്ങളെ സാധ്യമാകണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ഒരു പ്രവാഹമായി നിങ്ങളിൽ വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ ആ വലിയ വിഷൻ, നിങ്ങളുടെ ആ വലിയ ദർശനം, നിങ്ങളുടെ വലിയ ആ സ്വപ്നങ്ങൾ, നിങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന ആ ഹൈറ്റ്സ്, നിങ്ങളവിടെ എത്തിച്ചേരണമെങ്കിൽ നിങ്ങളുടെ അധ്വാനം മാത്രം പോര കുഞ്ഞേ, അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ കൂടി ആവശ്യമാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നു, ഒരു സ്നേഹിതനെ പോലെ, ഒരു ദൈവദാസനെ പോലെ, ഒരു സഹോദരനെ പോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മേലിട്ട ആ സ്വപ്നമുണ്ടല്ലോ, നിങ്ങൾക്കുള്ള ആ വലിയ പ്രതീക്ഷകൾ, ആശകൾ, അവിടെ നിങ്ങൾ എത്തിച്ചേരണമെങ്കിൽ നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ പരിശ്രമങ്ങൾ മാത്രം പോരാ, അതിന് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ കൂടി ആവശ്യമായിരിക്കുകയാണ്. എബ്രായ ലേഖനം 4:16 അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്കുണ്ട്: അതുകൊണ്ട് കരുണ പ്രാപിക്കേണ്ടതിന്, തക്ക സമയത്തിനുള്ള സഹായത്തിനുള്ള കൃപ പ്രാപിക്കേണ്ടതിന് നാം ദൈവത്തിൻ്റെ കൃപാസനത്തോട് അടുത്തു വരിക. ദൈവമക്കളെ, നമുക്ക് അങ്ങനെ അടുത്ത് ചെല്ലാം. നമ്മുടെ അധ്വാനങ്ങൾ അതങ്ങനെ അധ്വാനങ്ങളായി നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാം, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാം, ദൈവത്തിൻ്റെ മനസ്സലിവിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. സങ്കീർത്തനം 145:8 പറയുന്നു: യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ള ദൈവമാണ്. നിശ്ചയമായിട്ടും അവൻ നമ്മളോട് കരുണ കാണിക്കും. നിങ്ങളുടെ ഈ അധ്വാനങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കൂ, കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കും. നിങ്ങളുടെ ശ്രമങ്ങളെ നിങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കൂ, കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കും. നിങ്ങൾ ആരംഭിക്കാൻ പോകുന്ന ആ പുതിയ സംരംഭം, ആ പുതിയ ബിസിനസ്, പുതിയ കോഴ്സ് കർത്താവിൻ്റെ കൈകളിൽ കൊടുക്കൂ. നിശ്ചയമായിട്ടും അവൻ നിങ്ങളോട് കരുണ കാണിക്കും. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താലാണ് സകലവും സാധ്യമാകുന്നത്. നിങ്ങളുടെ ശ്രമത്താലല്ല, കരുണ തോന്നുന്ന ദൈവത്താലാണ് സകലതും സാധ്യമാകുന്നത്. ആ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കൂ. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.